അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അങ്കണത്തിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ അങ്കണത്തിലേക്ക് സ്വാഗതം. അങ്കണത്തിൽ ഇന്ന് കല്യാണി വാസുദേവൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. ഖൽബിൽ പൂത്ത നിലാവ്. വാഴക്കണ്ടി മിന്നൽ പരീത്, കിട്ടിയോൾ അപ്പക്കാരി പാത്തുമ്മ, മകൻ നജീബ്. പരീതിന് കൽപ്പറ്റച്ചന്തയിൽ കശാപ്പാണ് തൊഴിൽ. പാത്തുമ്മ ഉണ്ടാക്കുന്ന അപ്പം, പുട്ട്, ഇടിയപ്പം വാര്യാട് എസ്റ്റേറ്റിലെ പാടിയിൽ ഓരോ വീട്ടിലും തൊഴിലാളികൾ പണിക്ക് പോകും മുമ്പ് പലഹാരം 6 മണിക്ക് എത്തിക്കണം. ചായ കുടിച്ചിട്ടാണ് അവർ പണിക്ക് പോകുന്നത്. 7 മണിയോടെ പലഹാരം വിറ്റ് തീർക്കും. തൊഴിലാളി പെണ്ണുങ്ങൾക്ക് അതൊരു സഹായമാണ്. 6:45 പണിക്കിറങ്ങണം. 6 മണിക്ക് പാത്തുമ്മ തൊഴിലാളികളുടെ വീട്ടിലെത്തും. ആ പതിവ് പാത്തുമ്മ തെറ്റിക്കാറില്ല. എല്ലാ ആഴ്ചയിലും പാത്തുമ്മയ്ക്ക് നല്ലൊരു തുക അവിടെ നിന്ന് കിട്ടും. പരീതിന് കിട്ടുന്നത് കൊണ്ട് കുടുംബച്ചെലവ് നന്നായി നടന്നു പോകും. നജീബ് നാട്ടിലെ ദേശസേവന വായനശാലയുടെ സെക്രട്ടറിയാണ്. PDC പഠിച്ചിട്ടുണ്ട്. ഓത്തും വേദവും പഠിച്ചു. നാട്ടിലെ ഓണവും വിഷുവും ഈസ്റ്ററും ക്രിസ്തുമസും ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും വന്നാൽ എല്ലാ പരിപാടികൾക്കും ജാതിമത വ്യത്യാസമില്ലാതെ കലാപരിപാടികൾ, കായിക മത്സരങ്ങളും നജീബും കൂട്ടുകാരും കൂടി നടത്തും. നാട്ടിലെ ജന്മികളായ നെല്ലിമോള ശങ്കരൻ നായർ, ഇടത്തിൽ ശങ്കുണ്ണി മേനോൻ, കുറിച്യരുടെയും കുറുമരുടെയും മൂപ്പനായ ഓണമൂപ്പന് ഈ പരിപാടികൾ ഒന്നും പിടുത്തമല്ല. പണം ചെലവാക്കുന്ന കാര്യത്തിൽ പിശുക്കനാണ്. സഹായങ്ങൾ ഒന്നും ചെയ്യില്ല. എല്ലാ കാര്യത്തിലും മുൻപന്തിയിലെ മുഖ്യനാണ്. 25ഓളം ചെറുമരും പണിയരും കുടുംബങ്ങളുണ്ട് മൂപ്പൻ്റെ പണിക്കാരായിട്ട്. അവരുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ വിടിയിക്കില്ല. കാലിയെ മേയ്ക്കാൻ പറഞ്ഞയക്കും. ശരിയായ കൂലിയും ചെലവും കൊടുക്കാൻ മൂപ്പന് മടിയാണ്. ഒരു ദിവസം നജീബും കൂട്ടുകാരും കൂടി ശങ്കുണ്ണി മേനോനോട് പറഞ്ഞു, ഒരു ഷെഡ് കെട്ടി സന്ധ്യ കഴിയുമ്പോൾ ഈ പണിയരെയും ചെറുമരെയും അക്ഷരം പഠിപ്പിച്ചാലോ? മേനോൻ പറഞ്ഞു, സ്ഥലം തരാം, ഷെഡും കെട്ടി തരാം. നാട്ടിൽ എഴുത്തും വായനയും അറിയാത്തവരെയും അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പുണ്യമാണ്. നജീബും കൂട്ടുകാരും കൂടി രാത്രിയിൽ പണിയരുടെയും ചെറുമരുടെയും വീടുകളിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ അവർക്ക് മൂപ്പനെ പേടിയാണ്. മൂപ്പൻ അറിഞ്ഞപ്പോൾ ഇവറ്റകൾക്ക് ബോധവും ബുദ്ധിയും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, പിന്നെ കൂലി പോരാന്നും പറഞ്ഞ് പണിയെടുക്കൂല, അതുകൊണ്ട് എന്നെ അതിന് കാക്കണ്ട. ഈ കാര്യത്തിൽ നജീബും കൂട്ടുകാരും അടങ്ങിയിരുന്നില്ല. ശങ്കരൻ നായരോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ തുടങ്ങിക്കോ കുട്ടികളെ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അങ്ങനെ നാട്ടിലുള്ള അക്ഷരങ്ങൾ അറിയാത്ത എല്ലാവരെയും അക്ഷരം പഠിപ്പിച്ചു, ഒപ്പിടാനും പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ നജീബിൻ്റെ ഉമ്മായും ചേർന്നു. ഉമ്മ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ പള്ളിക്കൂടത്തിൽ പോകണമെന്ന് വലിയ പൂതിയായിരുന്നു. ഉപ്പാനോട് പറഞ്ഞപ്പോൾ പുറംപൈ ഒരു പുളിവടി കൊണ്ട് തച്ച് പൊളിച്ച് പിന്നെ ഇന്ന് വരേക്കും പള്ളിക്കൂടത്തിൽ പോണ കാര്യം കൽബി പോലും തോന്നിയിട്ടില്ല. ഇപ്പം എൻ്റെ മോൻ എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. തൃക്കേപ്പറ്റക്കരയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ നജീബിനെ കാര്യമാണ്. പാത്തുമ്മക്ക് മകനെക്കുറിച്ച് പറയാൻ 100 നാവാണ്. അവരുടെ മകൻ വലിയ പഠിപ്പുള്ളവനാണെന്നും വലിയ പണി കിട്ടുമെന്നും സർക്കാരിൻ്റെ കൂലി കിട്ടുമെന്നും നല്ലൊരു മൊഞ്ചത്തെ നിക്കാഹം കഴിച്ച് കൊണ്ടുവരുമെന്നും കിനാവ് കണ്ട് നടപ്പാ. പാത്തുമ്മയുടെ വീടിൻ്റെ തൊട്ടയലത്താണ് ഞാറക്കാട്ട് അപ്പുണ്യായരും കുടുംബവും താമസിക്കുന്നത്. അപ്പുണ്യാർക്ക് ഭാര്യയും 2 പെൺകുട്ടികളും ഉണ്ട്. ഭാര്യ മാധവിയമ്മ. അവർക്ക് 2 പശുവുണ്ട്. അതിനെ വളർത്തി ജീവിക്കുകയാണ്. അപ്പുണ്യാർക്ക് ഇടത്തിലെ ശങ്കുണ്ണിമേനോൻ്റെ കാര്യസ്ഥനാണ്. മൂത്ത മകൾ സാവിത്രിക്കുട്ടി, ഇളയ മകൾ ഗായത്രിക്കുട്ടി. മീനങ്ങാടി കോളേജിൽ ഡിഗ്രി 2ാം വർഷം പഠിക്കുകയാണ്. മൂത്തവൾ 10ാം ക്ലാസ് കഴിഞ്ഞ് തയ്യൽ പഠിച്ച് ലോൺ എടുത്ത് തയ്യൽ കട നടത്തുകയാണ്. കടയിൽ നല്ല ജോലിയും. എന്നും രാവിലെ ഇടത്തിലെ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് കടയിൽ പോകാറ്. നജീബും സാവിത്രിക്കുട്ടിക്കും കളിക്കൂട്ടുകാരാണ്. ആ സ്നേഹം ഇപ്പോഴും പ്രേമത്തിൽ എത്തി നിൽപ്പാണ്. അത് ആർക്കും അറിയില്ല. പാത്തുമ്മയ്ക്കാണെങ്കിൽ നിന്ന് തിരിയാൻ നേരവുമില്ല. പുലർച്ചെ 6 മണിയാകുമ്പോൾ പാടിയിലെ വീടുകളിൽ പലഹാരങ്ങൾ എത്തിക്കണം. അതുകൊണ്ട് കൊട്ട തലയിലേറ്റി ഒറ്റപ്പാച്ചിലാണ്. 7:30 കൊട്ട കാര്യമാക്കി വീട്ടിലേക്ക് മടങ്ങും. സ്വയം പരിഭവവും പരാതിയും പറഞ്ഞാണ് നടപ്പ്. വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നജീബിനെ വിളിച്ചുണർത്തുക, എടാ ബലാലെ, എണീക്കാറായില്ലേടാ,
പെരയുടെ അവുത്ത് വെയിൽ കയറി ഓൻ്റെ ഒടുക്കത്തിലെ ഉറക്കം. നജീബ് പറഞ്ഞു, എൻ്റെ ഉമ്മ നേരം വെളുക്കും മുമ്പേ ഇങ്ങനെ പ്രാകണം, എന്നാലേ ഉമ്മാക്ക് സമാധാനമുള്ളൂ. ഫാത്തിമ പറഞ്ഞ, അനക്കെന്തറിയാം, സുബഹി ബാങ്ക് കേൾക്കുമ്പം ഉമ്മ എണീറ്റ് വേല ചെയ്യണതാ. മോന്തിയായി ഈശാവാങ്ക് കേട്ടാലും വേല തീരൂല. ഒരു ശാമ്പ്രാണിത്തിരി കത്തിച്ച് ദിക്റ് ഓതാൻ പോലും പറ്റത്തില്ല. അതെങ്ങനെയാ? കയ്യാഴ്ചത്തിനൊരാളില്ല. എൻ്റെ പടച്ചോനെ, ഇക്ക് വയ്യാണ്ടായ ഈ പെരയിൽ ഇത്തിരി ചായേൻ്റെ വെള്ളം തരാൻ പോലും ആളില്ല. ഓന് ഇത് വല്ലതും അറിയണോ? നേരവും ചോറും മീൻകറിയും പപ്പടവും മീൻ പൊരിച്ചതും മീനിലെത്തണം. മീനില്ലാണ്ട് തൊള്ളേന്ന് ചോറിറങ്ങൂല. എടാ നജീബേ, അനക്ക് ആടിനെ ഒന്ന് കറക്കാമോ? ഉമ്മ അതിൻ്റെ കാലുമേ പിടിക്ക്, ഞാൻ കറക്കാം. ഓ, അതിനും വേണോ കൂട്ടുകാൾ? ഉമ്മ മഗ്ഗിൽ വെള്ളവുമായി വന്നു. നജീബ് ആടിനെ കറന്നു. ഉമ്മായും മകനും കൂടി ചായ കുടിച്ചു. നജീബ് കുളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറി ഇറങ്ങാൻ നേരം ഉമ്മ ചോദിച്ചു, ഈ എങ്ങോട്ടാണ്ടാ? ഞാൻ സീറ്റ് വരെ പോണുമ്മ, കൂട്ടുകാരെ കാണണം, 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഇങ്ങനെ ചിന്തിത്താര കളിച്ച് നടന്നോ? നിക്കാഹ് കഴിക്കാൻ്റെ പരുവം കഴിഞ്ഞു. ഇനിയെങ്കിലും ഒരു പെൺകുട്ടീനെ ആലോചിക്കണം. ഈ വയസ്സ് 26 കഴിഞ്ഞേക്കണു. ആ പിലാക്കണ്ടി കുഞ്ഞലുവിൻ്റെ മോള് നല്ല മൊഞ്ചത്തി. എന്നെ പെരുത്ത് ഇഷ്ടമാണ് ഓക്ക്. ആവശ്യത്തിന് പൊന്നും പണവും കുഞ്ഞലുവി കൊടുക്കും. അതുകൊണ്ട് അനക്ക് വേണ്ടി ആലോചിക്കാൻ ഉപ്പ പറഞ്ഞേക്കണു. രാത്രിയിൽ ഉപ്പ വരുമ്പോൾ നാളെ കുഞ്ഞലുവിയുടെ ആലോചിക്കാൻ പറയണം. ഉപ്പാക്ക് ആ മൊഞ്ചത്തിയെ പെരുത്ത് ഇഷ്ടമാണ്. നജീബ് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ നിക്കാഹ് വേണ്ടുമ്മ. ഉമ്മ ചോദിച്ചു, എന്താണ്ടാ എൻ്റെ ഉള്ളിലിരിപ്പ്? പറയട ശൈത്താനെ. നിക്കാഹ് എന്ന് കേട്ടപ്പം അനക്കൊരു വിഷമം. നജീബിൻ്റെ മനസ്സിലെ സാവിത്രിക്കുട്ടിയുടെ മുഖം തെളിഞ്ഞു. സാവിത്രിക്കുട്ടിയെ കാണാനാണ് ഇറങ്ങിയത്. അവൾ തയ്യൽ കടയിലേക്ക് പോകുന്ന വഴിക്ക് കാണാനാ. പക്ഷേ ഉമ്മ വഴി മുടക്കിയാണ് നിൽക്കുന്നത്. എന്താണ്ടാ ഇബ്ലീസം ഉണ്ടാണ്ട് നിൽക്കണത്? ഉമ്മ, ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് നജീബ് ഇറങ്ങിപ്പോയി. നജീബ് പോയ വഴിയെ നോക്കി നിൽക്കുകയാണ് ഉമ്മ. സ്വയം പറഞ്ഞു, ഓൻ എന്താ പറ്റിയേക്കണോ? നിക്കാഹിൻ്റെ കാര്യം പറയുമ്പോൾ ഓൻ മുടക്കം പറയണല്ലോ. എൻ്റെ റബ്ബേ, ഓൻ്റെ ഉള്ളിലേക്ക് വേണ്ടാത്ത ബുദ്ധി ഒന്നും കൊടുക്കല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും നിരീക്കാൻ പാടില്ല. അപ്പാടെങ്ങാൻ വന്നാൽ ഉപ്പ ഓൻ്റെ എൻ്റെയും കാലീൻ്റെ കവുത്ത് കണ്ടിക്കും പോലെ കണ്ടിക്കും. നജീബ് മാണ്ടാടിനുള്ള വഴിയെ കാത്ത് നിൽപ്പാണ്. സാവിത്രിക്കുട്ടി വരമ്പത്ത് കൂടി വരുന്നുണ്ട്. പാവാടയും ബ്ലൗസും താവണിയുമാണ് വേഷം. നെറ്റിയിലെ ചന്ദനക്കുറിയുണ്ട്. നീണ്ടു ചുരുണ്ട മുടി കുളിപ്പിന്നിട്ട് തുമ്പ് കിട്ടി തുളസിക്കതിര് ചൂട്ടിയിട്ടുണ്ട്. നെൽക്കതിരെ കൈകൊണ്ട് തട്ടിയാണ് വരവ്. നജീബ് കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുകയാണ്. നജീബിനെ കണ്ട് സാവിത്രിക്കുട്ടിയുടെ മുഖം പൂ പോലെ വിരിഞ്ഞു. അവൾ ചോദിച്ചു, എന്താ സെക്രട്ടറി നോക്കൂത്തിയെ പോലെ നിൽക്കുന്നത്? ഒരാഴ്ചയായാലും കണ്ടിട്ട്, എവിടെയായിരുന്നു? നജീബ് പറഞ്ഞു, വായനശാലയുടെ 5ാം വാർഷികമാണ്, അതിൻ്റെ തിരക്കാണ്. നല്ല പരിപാടികളുണ്ട്. സാവിത്രിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരണം. അതിരിക്കട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാവിത്രിക്കുട്ടി ചോദിച്ചു, എന്താ അടിയനോട് പറയാനുള്ളത്? വേഗം പറ, നേരെ ഒരുപാടായി. നജീബ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ തകൃതിയായി കല്യാണാലോചന നടക്കുകയാണ്. പിലാക്കണ്ടി കുഞ്ഞല്വിയുടെ മകളാണ് നബീസുവിനെ. എന്തെല്ലാം പറഞ്ഞാലും ഉമ്മ ഇനി സമ്മതിക്കില്ല. എന്താ നീ ഒന്നും മിണ്ടാത്ത? സാവിത്രി പറയാനാ ഇത്. ഈ നാട്ടിൽ അറിഞ്ഞാൽ നായന്മാരും മാപ്പിളാരും വഴക്കും വെട്ടും കൂത്തും നടക്കും. അങ്ങനെ ദുരന്തത്തിന് നമ്മളായിട്ട് വഴി ഒരുക്കണോ? ഒന്നും എനിക്കറിയില്ല. നജീബ് ചോദിച്ചു, നിനക്കെന്നെ ഇഷ്ടമാണോ? അതറിഞ്ഞാൽ മതി എനിക്ക്. സാവിത്രി പറഞ്ഞു, എന്നെക്കാളും ഇഷ്ടമാണ് നിന്നെ എനിക്ക്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നും നടക്കില്ലല്ലോ. നജീബ്, എൻ്റെ ഉമ്മാനോട് പറഞ്ഞു നോക്കട്ടെ. പിറ്റേന്ന് പലഹാരം വിൽപ്പന കഴിഞ്ഞ് വീട്ടിലെത്തി നജീബിന് ചായ കൊടുത്ത് ഉമ്മായും ചായ കുടിക്കാനിരുന്നു. ഉമ്മാൻ്റെ മുഖത്തേക്ക് കൂടെ നജീബ് നോക്കി. ഉമ്മ ചോദിച്ചു, ഈ എൻ്റെ മുഖത്തേക്ക് മീച്ച് നോക്കണേ. ഉമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ കളിച്ചു കീറാനും ഒച്ച വയ്ക്കാനും പാടില്ല. ഉമ്മ ചോദിച്ചു, എന്താപ്പാ ഇത്ര വിഷയം പറയാൻ? ഇക്ക് കേൾക്കാൻ കൊള്ളാത്ത കാര്യമാണോന്ന് നോക്കട്ടെ. ഉമ്മ, എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഞാനും അവളും സ്നേഹിച്ചു പോയി. പിരിയാൻ പറ്റൂല. ഇപ്പോൾ ഇക്ക് പിടി കിട്ടി. സാവിത്രിക്കുട്ടീനെ അല്ലേ? ചെറുപ്പത്തിലെ ഇങ്ങളെ കളിയും ചിരിയും കണ്ടപ്പോൾ ഞമ്മ നിരീച്ചതാ എവിടെ കൊണ്ടെത്തുമെന്ന്. എടാ പകയാ, എൻ്റെ തലയ്ക്ക് നട്ടപ്പിരാന്ത് പിടിച്ചോന്ന്. അങ്ങനെ വലിയ ഭൂതി ഉണ്ടെങ്കിൽ ആ ഭൂതി കല്ലായി പോയേരെ ഒഴിക്കേരെ. എൻ്റെ നടക്കൂലാത്ത ഭൂതി.
ഉമ്മ നെഞ്ചത്ത് കൈവച്ച് കണ്ണും മിഴിച്ച് ഇരുന്നു പോയി. ഉമ്മ ഉമ്മ നജീബ് ഉമ്മാനെ കുലുക്കി വിളിച്ചു. ഉമ്മ പെട്ടെന്ന് കണ്ണ് ചിമ്മി ഞെട്ടി എഴുന്നേറ്റു. എടാ, നമ്മൾ എങ്ങനെ വളർത്തിയതാ? എന്ത് കാര്യം പറഞ്ഞാലും എന്ത് സാധനം വാങ്ങണമെന്ന് തിരിച്ചാൽ ഈ ഉപ്പ നടത്തി തരും. നീ വലിയ ആളായിപ്പോൾ എൻ്റെ നിക്കാഹ് കിനാ കണ്ട് ഈ പെരയിൽ കഴിഞ്ഞതാ. അറവനമുട്ടും പാട്ടും നെയ്ച്ചോറും പത്തിരിയും തേങ്ങാച്ചോറും ഇറച്ചിക്കറി വെച്ച് കൂട്ടക്കാരെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ച് തീറ്റിയും കുടിയും നടത്തി ചന്ദനക്കുടം വരും പോലെ ഈ നിക്കാഹ് കഴിക്കാൻ പോണത് എന്നാ എത്ര കിനാ കണ്ടു. ഇതെല്ലാം കാറ്റി പോയല്ലോ എൻ്റെ റഹീമനായ തമ്പുരാനെ. ഉമ്മ കരച്ചിലും തുടങ്ങിയ. എൻ്റെ ഉമ്മ ബേജാറാവാണ്ടിരി. ഇതെന്നാ തല പോണ കാര്യമാണോ? എടാ മുസീബത്തെ, മാപ്പിളാരും നായന്മാരും തമ്മിൽ കൊല്ലും കൊല്ലം നടത്തണ കാണണോ അനക്ക്? ഉപ്പ അറിഞ്ഞാൽ എന്താ പെടുത്തണേന്ന് ഇക്കറിയില്ല. ഇക്ക് എൻ്റെ നെഞ്ചി പടയ്ക്കണു. എന്താ വേണ്ടിയേ? സന്ധ്യയായപ്പോൾ പാത്തുമ്മ അരി ഇളിച്ചു അപ്പത്തിന് മാവ് കലക്കി പുട്ടിനും ഇടിയപ്പത്തിനും പൊടി വറുത്തു വെച്ചു. വിയർത്ത് കുളിച്ച് പാത്തു മുറ്റത്ത് ഇറങ്ങി നിന്നു. പരീത് വന്നത് പാത്തുമ്മ കണ്ടില്ല. പാത്തുമ്മയുടെ മനസ്സ് മുഴുവൻ മകൻ പറഞ്ഞ കാര്യങ്ങളാണ്. പാത്തു, എടി പാത്തുവേ, എൻ്റെ പാത്തുവേ. പാത്തുമ്മ വിളി കേട്ടു. മുറ്റത്ത് നിന്ന് ഓടി വന്ന. എന്താ മനുഷ്യനെ നിങ്ങൾക്ക് വേണ്ടിയത്? ഞാൻ വിളിച്ചത് എൻ്റെ ചെവിയിൽ കയറിയില്ലേ? അതെ, നിങ്ങൾ ഇപ്പോൾ വരുമ്പോഴേക്കും ഞെക്ക് വെളുക്കിൻ്റെ വെട്ടം കാണാൻ ഞമ്മ കണ്ടില്ല. പരീത് ചോദിച്ചു. ഇജ്ജെന്താ കിനാ കണ്ട് നിൽക്കുവാ മുറ്റത്ത്? ഓ, അനക്ക് കിനാ കാണാൻ പറ്റിയ വരുവം. ഒന്ന് പോ മനുഷ്യനെ. അതെന്താണ്ടി അനക്ക് ജാസ്തി വയസ്സായോ? ആര് കണ്ടാലും അന്നെ ഒന്നുകൂടെ നോക്കും. ഇപ്പോഴും നല്ല മഞ്ചത്തിയല്ലേ? ഒരു നിക്കാവ് കൂടി കഴിപ്പിക്കാം. പരീത് ചെന്ന് കയ്യും കാലും മുഖവും കഴുകി വന്ന് ഇറയത്തിരുന്നു. പാത്തുവേ, ഈ അവസ്ഥ എന്തെടുക്കുവാ? ഇങ്ങക്ക് ചായേൻ്റെ വെള്ളം എടുക്കണോ? വേഗം കൊണ്ടുവരി. പാത്തു ചായ കൊണ്ടുവച്ചു. ഇവിടെ കുത്തിരി. ഇക്ക് ഒരു കുട്ടം പറയാനൊക്കെ ഉണ്ടുണ്ട്. എന്താച്ചാ പറയുക? എടി പാത്തുവേ, ഇത്ര വയസ്സായി നമ്മുടെ മോന്. എന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ? പറയടി, ഓനക്ക് 26 വയസ്സായി. ഈ വലിയ പെരുന്നാൾ വരുമ്പോൾ പരീത് പറഞ്ഞ്, ഇക്ക് 26 വയസ്സായിപ്പോൾ ഞാൻ ആരായി? എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു വർത്താനം? പറ. നിങ്ങൾക്ക് 4 വയസ്സുകാരൻ്റെ ഉപ്പയായി. ശരി, നമ്മുടെ മോനെന്താ അങ്ങനെ ആവാത്ത? അങ്ങനെ വരട്ടെ. ഇപ്പോൾ പിടി കിട്ടിയേക്കണു. ഓനോട് നിക്കാഹിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കുഞ്ഞൽവിയുടെ മോളെ ഉപ്പ ആലോചിക്കണമെന്നാ. അപ്പോൾ ഓൻ പറയണ ഓനിപ്പം നിക്കാഹ് വേണ്ടാന്നാ. അതെന്താ ഓൻ അങ്ങനെ പറഞ്ഞേ? ഓനൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. ഈ ദുനിയാവിൽ പെണ്ണ് കെട്ടുന്നെങ്കിൽ ആ പെണ്ണിനേന്ന്. പരീത് ചോദിച്ചു. ഏതാണ്ടി ആ പെണ്ണ്? പാത്തു പറഞ്ഞോ. ഞമ്മ പറഞ്ഞാൽ എന്നെ തച്ചു കൊല്ലുവോ? പറയടി ബലാലെ. പറയാൻ ഇക്ക് പേടിയാവണം. അത് കേൾക്കുമ്പോൾ ഇങ്ങക്ക് ശൈത്താൻ കയറും. എൻ്റെ പഠിച്ചോനെ, ഇവക്കടെ തൊള്ളയെന്ന് കേൾക്കാൻ പാടാ. അന്ന ഇനി മുണ്ടണ്ട. പരീത് എഴുന്നേറ്റ്. അവിടെ കുത്തിരി മനുഷ്യനെ. ഞാൻ പറയാം, ബൈക്ക് കൂടരുത്. ഓനോട് ഇപ്പം ഒന്നും ചോദിക്കരുത്. അതൊന്നും ഇല്ല. പറയ്. അത് ഞാറക്കാട്ട പുണ്യാരുടെ മോളിൽ ശാസ്ത്രിക്കുട്ടീനെ കുട്ടിക്കാലത്ത് രണ്ടും വലിയ കൂട്ടാർന്നു. ഇപ്പോൾ ബാല്യക്കാരായപ്പോൾ രണ്ടും മുഹബത്തായി. എന്താണ്ടി പറഞ്ഞേ? പരീത് ചാടി എഴുന്നേറ്റു. അവിടെ മനുഷ്യനെ. രാവു മുഴുവൻ ആലോചിച്ച് പൊരുത്തപ്പെട്. നാളെ പുലരുമ്പേ ആ പെൺകുട്ടിയോട് ചോദിക്കുക. അതിന് നജീബിനെ പെരുത്ത് ഇഷ്ടമാണ്. പരീത് മുണ്ടാണ്ടിരിവാത്തു. ഉമ്മയും മോനും നാളെ പുലരുമ്പോൾ നാട്ടിൽ കാണരുത്. ഇക്ക് രണ്ടിൻ്റെ മോറ് കാണണ്ട. പാത്തു പറഞ്ഞ്, എന്തെല്ലാം പൂതിയായിരുന്നു. നല്ല മൊഞ്ചത്തിപ്പെണ്ണ്, കാതിൽ അന്തോടി കാതില, മണിക്കാതില, മാട്ടി, മുരിശ്, മിന്നേലസ്, കാച്ചിമുണ്ട്, പട്ടുകുപ്പായം, കസുകു തട്ടം ഇട്ടുകൊണ്ട് ഭരണ കാണാൻ കൽബിൽ എന്ത് പൂതിയായിരുന്നു. ഒക്കെ പോയില്ലേ? ഇപ്പോഴത്തെ കുട്ടികളെ തെളിച്ച പെയ്യെ പോയില്ലെങ്കിൽ പോയ പെയ്യെ വിട്ടേക്കണം. വല്ല കരയിലും പോയി ജീവിച്ചോളും. ഇവിടെ കഴിഞ്ഞ നായന്മാരും മാപ്പിളാരും വെട്ടും കൊല്ലയും നടത്തും. അതുകൊണ്ട് വല്ല ബൈക്കും പോട്ടെ. ഉശിരോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. പാത്തുമ്മ ഏറ് കണ്ടിട്ട് പരീതിനെ നോക്കി. വിറ്റ് ചാരിയിരിക്കുകയാണ് പരീത്. എന്താ മുണ്ടാത്തേ? പരീത് പറഞ്ഞ്, മുണ്ടരുത്. ഇക്ക് ദേഷ്യം വന്നാൽ പെരയ്ക്ക് തീയിടും. നോക്കിക്കൊള്ളിൻ. പാത്തുമ്മ പറഞ്ഞ്, എഴുത്തും വായനയും ഒന്നും അറിയില്ല. സ്കൂളിൽ പോണ കാര്യം പറഞ്ഞപ്പോൾ ഉപ്പ പുളിപടി കൊണ്ട് നമ്മെ തച്ചത്. അത് പിന്നെ സ്കൂളിൽ പോണ കാര്യം പറഞ്ഞിട്ടില്ല. ഇക്കമാരൊക്കെ പഠിച്ചു. പെണ്ണുങ്ങൾ പഠിക്കണത് ഹറാമാന്ന് പറഞ്ഞു. പഠിപ്പും പരിശുമുള്ള ബാല്യക്കാർ എന്തെല്ലാം കാട്ടണു പറയണു. ഈ പെരയിലെ വേലയും പണിയും പലഹാരം ഉണ്ടാക്കലും
പാടി കൊണ്ട് കൊടുക്കും, കാശ് മേടിക്കാനും അറിയാം. ഞാൻ മയ്യത്താകുമ്പോൾ ഇതൊക്കെ പള്ളി കാട്ടിയിട്ട് കൊണ്ടുപോകണില്ല. അതുകൊണ്ട് ഈ പൊട്ടിപ്പാത്തൂന് ഒന്നും അറിയില്ല. എഴുതാനും കിതാബ് വായിക്കാനും സ്കൂളിൽ പോയല്ലോ. നിങ്ങൾ ബുദ്ധിയും ബോധവും ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്ക് എന്താ വേണ്ടിയെന്ന്. ഓനുള്ളൂ ഞമ്മക്ക്. ഓൻ്റെ വ്യസനം കാണുമോ? പിറ്റേ ദിവസം വൈകുന്നേരം പാത്തു ആടിനെ തീറ്റിക്കാനായിട്ട് ഇറങ്ങി. സാവിത്രി കുട്ടിയോട് ചോദിക്കുകയും ചെയ്യാം. ആടിനെ കെട്ടിയേച്ച് പാത്തുമ്മ ഞാറക്കാട്ടേക്ക് ചെന്നു. മാതിയമ്മേ പാത്തുമ്മ നീട്ടി വിളിച്ചു. മാതിയമ്മ വിളി കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇതാര് പാത്തുവോ? ഈ വഴിക്ക് കാണാറില്ലല്ലോ. പാത്തുമ്മ പറഞ്ഞു, ഇക്ക് പെരയിൽ പെരുത്ത് പണിയുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ നേരമുണ്ടോ? ഇന്ന് ചുമ്മാ ആടിനെ കൊണ്ട് ഇറങ്ങിയതാ. സാവിത്രി വന്നില്ലേ? ഓളെ കണ്ടിട്ട് എത്ര ദിവസമായി? മാതിയമ്മ പറഞ്ഞ അവൾ വരണ നേരമായി. എന്താ പാത്തു സാവിത്രിനെ കാണാൻ? വെറുതെ ഒരു കുപ്പായം തിന്നണ കാര്യം പറയാനാ ഓൾ ആ വൈക്കട വരണത്. ആടിനെ അടിച്ച് വഴിയുടെ അങ്ങേയറ്റത്തേക്ക് പോയി നിന്നു. വരുന്നവരും പോണവരും പാത്തുമ്മയോട് വർത്തമാനം പറഞ്ഞിട്ട് പോയി. സാവിത്രിക്കുട്ടി വരണ കണ്ടപ്പോൾ പാത്തുമ്മയുടെ നെഞ്ചൊന്ന് വിളച്ചു. നല്ല മഞ്ചത്തി കുട്ടി, പുല്ലിന് പോലും നോവാതെയുള്ള നടപ്പ്, അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടി. ആര് കണ്ടാലും കുറ്റം പറയില്ല സാവിത്രിയെ. ആദ്യം കാണുമ്പോൾ ഉമ്മ നോക്കി നിന്നതുപോലെ സാവിത്രിക്കുട്ടി ചോദിച്ചു, ഉമ്മ എന്തേ ഇങ്ങനെ നോക്കണത്? ഉമ്മ പറഞ്ഞ, വെറുതനെ നോക്കിയതാ കുട്ടി. ഒന്ന് നിന്നെ ഒരു കൂട്ടം ചോദിക്കുന്നുണ്ട്. സാവിത്രിക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. നജീബ് എല്ലാം ഉമ്മയോട് പറഞ്ഞു. എന്താ ഉമ്മ കാര്യം? എന്താ പറയാനുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തേലും പറയണമല്ലോ. നജീബ് ഇഷ്ടത്തിലാണോ? ഓൻ പറഞ്ഞത് ശരിയാണോ? തുറന്ന് പറ കുട്ടിയെ. സത്യമാണോ ഉമ്മ? രണ്ടാൾക്കും പെരുത്ത് ഇഷ്ടമാണോ? ഓൻ വിളിച്ചാൽ കൂടെ പോകുമോ? അത് ചോദിച്ചാൽ എന്താ പറയുക? കുട്ടീൻ്റെ അച്ഛനോടും അമ്മേനോടും പറഞ്ഞാൽ എന്താ ഉണ്ടാവണത് എന്ന് രണ്ടാൾക്കും ഓർമ്മയുണ്ടോ? കുട്ടിക്ക് ഒരു അനിശ്ചിതയില്ലേ? അതിന് വേറെ കല്യാണം വരുമോ? മാപ്പിളാരും നായന്മാരും വെട്ടും കുത്തും ഉണ്ടാവില്ലേ? ഇവിടെ ചോരപ്പുഴ ഒഴിവൂലേ? ഇത് കളിക്കേണ്ട കാര്യമാണോ? അല്ലെങ്കിൽ ഈ കര വിട്ട് പോകണം. അങ്ങനെ കഴിയുമോ? നജീബിനോട് ഉപ്പായോട് ഇക്ക് പറയേണ്ടി വന്നു. മൂപ്പരൊന്നും മുണ്ടിയില്ല. എന്താ നെഞ്ചിലെന്ന് ഇക്കറിയൂല. ഒരു കാര്യം ചെയ്യ്, പെരുത്ത് ഇഷ്ടമാണെങ്കിൽ രണ്ടാൾ ഈ കരയെന്ന് പൊക്കോ. എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കയ്യ്. എല്ലാം ആറി തണുത്തിട്ട് ഈ നാട്ടിട്ട് വന്നാൽ മതി. അല്ലാണ്ട് ഒരു ഭയമില്ല. രണ്ടാളും കൂടി ഉറപ്പിക്ക് എന്താ വേണ്ടിയെന്ന്. എൻ്റെ കയ്യിൽ കുറേ കായുണ്ട്. എവിടെയെങ്കിലും പോക്കോ. ഓൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. ഓൻ തീ തിന്നണത് വ്യസനിക്കുന്നതും കാണാൻ എനിക്ക് പറ്റൂല. സാവിത്രി പറഞ്ഞു, എന്തിനാ ഉമ്മ ഇങ്ങനെ പറയണത്? എനിക്കൊരു നിശ്ചയമില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പാത്തുമ്മ പറഞ്ഞു, ഇക്ക് പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളുടെ രണ്ടാളുടെ ഇഷ്ടം. നേരം മോന്തിയായി, ഞാൻ പോണു. ആടിനെ കൊണ്ട് പോന്നു. പിറ്റേന്ന് രാവിലെ നജീബിനെ കണ്ട് സാവിത്രിക്കുട്ടി പറഞ്ഞു, ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന്. ഉമ്മ പറഞ്ഞത് ശരിയാ. ഈ കരയിൽ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. നജീബ് പറഞ്ഞു, നടക്കാവിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് പ്രസാദ്. അവനോട് പറഞ്ഞാൽ അവിടെ താമസിക്കാൻ ഒരു വീട് ശരിയാക്കി തരും. അവിടെ ഒരു കടയിൽ ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാം. അവനോട് നേരത്തെ നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവന് എല്ലാം അറിയാം. എന്താ പോരാൻ സമ്മതമാണോ? ആണെങ്കിൽ ഇപ്പം പറയണം. എനിക്ക് പ്രസാദിനോട് പറയാനാ. സാവിത്രിക്കുട്ടി സമ്മതം പറഞ്ഞു. അപ്പോൾ തന്നെ നജീബ് പ്രസാദിനെ കാണാൻ പോയി. നടക്കാവിൽ ചെന്ന് പ്രസാദിനെ കണ്ടു. വീടും ശരിയാക്കി. നടക്കാവിൽ ടൗണിലൊരു കടയിൽ ജോലിയും ശരിയാക്കി. രാത്രിയിൽ തന്നെ നജീബ് വീട്ടിലെത്തി. ഉമ്മയും ഉപ്പയും നോക്കിയിരിക്കുകയാണ്. മോനെ നജീബേ, എല്ലാം ശരിയായോടാ? എല്ലാം ശരിയായി ഉപ്പ. ഉപ്പായും ഉമ്മായും വിഷമിക്കരുത്. ചെന്ന് കഴിഞ്ഞിട്ട് കത്തിടാ. ഉമ്മ അന്നേരം വരണം. മോനെ സൂക്ഷിക്കണേ. നാളെ എപ്പോഴാ പോണേ? ഉപ്പ നാളെ 3 മണിക്കുള്ള ബസ്സിന് കോഴിക്കോടിന് പോകണം. അവിടെ നിന്ന് നടക്കാവിന് പോകണം. പ്രസാദ് അവിടെ കാത്തു നിൽക്കും. ആ രാത്രിയിൽ 3 പേര് ഉറങ്ങിയിട്ടില്ല. ഉമ്മയുടെ ഏങ്ങലടിയും നെടുവീർപ്പും കേൾക്കാം. നജീബ് പറഞ്ഞു, ഉമ്മ എന്തിനാ വിഷമിക്കണത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോണത്. നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ ഞങ്ങൾ പോണില്ല. എൻ്റെ പൊന്നല്ലേ, എൻ്റെ സുഖം അല്ലേടാ ഞങ്ങൾക്ക് വേണ്ടിയത്. സാവിത്രിക്കുട്ടിനെ കാണാതായ ഒരിക്കടെ വ്യസനം എന്തായിരിക്കും? സഹിക്കാൻ പറ്റുമോ ഉപ്പ? ഞാൻ കാരണം എന്ത് വിഷമം ഉണ്ടായിരിക്കണേ? മോനെ നജീബേ, ഇണങ്ങിയവരെ പിണക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉപ്പ സമ്മതിക്കണത്. നിനക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ കഴിയണത്.
നിന്റെ സുഖത്തിന് വേണ്ടി ഉപ്പായി ഉമ്മായി എത്ര കാലം ഉണ്ടാവും. കൽബിലെ ഇഷ്ടമുള്ളവർ തമ്മിൽ കഴിയണം. അതാ ശരി. പോയി ബല്ല കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. ഇജ്ജ് വിഷമിക്കണ്ട, പടച്ചോൻ കാക്കും. പൊക്കോളിൻ, നിങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞാൽ മതി. പിറ്റേന്ന് രാവിലെ നജീബും സാവിത്രിക്കുട്ടിയെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞ് 3 മണിക്ക് ചട്ടം കെട്ടി. നിന്റെ ഡ്രസ്സ് മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട, എല്ലാം സമ്മതിച്ച് പോകാനുള്ള തയ്യാറെടുപ്പ് സാവിത്രിക്കുട്ടി നടത്തി. 2 മണിയായപ്പോൾ സാവിത്രിക്കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി നജീബിൻ്റെ വീട്ടുവാതുക്കൽ വന്ന് ഞാൻ മുന്നോട്ട് പോകണു. നജീബ് ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോനെ നജീബേ, ഇന്നലെ രാത്രിയിൽ ഉപ്പ എണ്ണി തിട്ടപ്പെടുത്തി വച്ചേക്കണ് 75,000 ഉറുപ്പികയും ഉണ്ട്. സുഖമായിട്ട് ജീവിക്ക്. യാത്ര പറഞ്ഞിറങ്ങി. ഉപ്പാൻ്റെ പേര് കത്തിടണേ. ഉമ്മ നജീബ് പോയ വഴിയെ നോക്കി കരഞ്ഞു. തട്ടത്തിൻ്റെ തുമ്പ് കൊണ്ട് വായി മൂടി പിടിച്ചാണ് കരച്ചിൽ. എൻ്റെ പടച്ചോനെ, എൻ്റെ മക്കളെ കാക്കണേ. നജീബിൻ്റെയും സാവിത്രിയുടെയും കൽബിൽ 14-ാം രാവിൻ്റെ നിലാവ് പൂത്തു തെളിഞ്ഞു. കല്യാണി വാസുദേവൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ അങ്കണത്തിലെ പരിപാടികളെല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM, 685-613 എന്ന മേൽവിലാസത്തിലും ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലും airdevikkulam@gmail.com എന്ന ഇമെയിൽ മുഖേനയോ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.